ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുട്ടും പയറുമാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പുട്ടും പയറും ഉണ്ടാക്കാം. ക്യാരറ്റ് പുട്ടും പയറും കൂടി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പുട്ടുപൊടി അജ്മിയുടെ പുട്ടുപൊടി. ആക്ച്വലി ഈ പുട്ടുണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്. ബിക്കോസ് എത്ര നമ്മൾ പൊടി എടുക്കുന്നു അത്ര തന്നെ വെള്ളം ഒഴിച്ചാൽ മതി. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 2 ഗ്ലാസിൻ്റെ അടുത്ത് പുട്ട് വേണം. ഉണ്ടല്ല. അപ്പോൾ നമുക്ക് 2 ഗ്ലാസ് പുട്ടെടുക്കാം. ഇല്ലല്ല, ഒരു 2.5 എടുക്കാം അല്ലേ. അപ്പോൾ നമ്മളത് ക്ലോസ് ചെയ്ത് വെച്ചു. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഉപ്പിടാം. ഉപ്പിട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് 2 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് വയ്ക്കാം കേട്ടോ ഇതിലേക്ക്. ഇതാണ് നമ്മുടെ പുട്ടുപൊടി. ഇതിലേക്ക് നമ്മൾ ജസ്റ്റ് 2 ഗ്ലാസ് വെള്ളം ഇങ്ങനെ ഒഴിച്ച് വെക്കുള്ളൂ കേട്ടോ. നമ്മൾ 2.5 ഗ്ലാസ്സാണ് പൊടി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റ് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വയ്ക്കും. കുറച്ച് വേണമെങ്കിൽ ഒന്ന് മാറ്റി വയ്ക്കാം. പക്ഷെ ഇത് കറക്റ്റായി കുറച്ച് കഴിയുമ്പോഴത്തേന് കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് സെറ്റാവുന്ന ടൈം കൊണ്ട് നമുക്ക് 2-3 ഉള്ളി പൊളിച്ചെടുക്കാം. നമ്മുടെ ചെറുപയറിലേക്ക് വേണ്ടി കുറച്ച് ഉള്ളി വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉള്ളികൾ പൊളിച്ചെടുക്കാം. ഞാൻ ഓരോ തവണ പയറുണ്ടാക്കുന്ന ഓരോ രീതിയിലാട്ടോ. ചിലപ്പോൾ സവാളയിട്ടുണ്ടാക്കും, ചിലപ്പോൾ ചെറുപയറിൽ മറ്റേ വെളുത്തുള്ളിയും ചെറുപുള്ളിയും കൂടി ചതച്ചുണ്ടാക്കും, ചിലപ്പോൾ വെറുതെ ഉണ്ടാക്കും, ചിലപ്പോൾ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഉണ്ടാക്കും. ഓരോ രീതിയിലൊക്കെയാണ് ഓരോ പ്രാവശ്യം ചെയ്യുക. ഓരോ തവണയും ഓരോ സ്പെഷ്യൽ രീതിയിൽ ചെയ്യും, ഒരു വെറൈറ്റി രീതികൾ പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ചെറുപയറിലും ഒരു വ്യത്യസ്തത കാണാമല്ലോ നമുക്ക്. അപ്പോൾ നമ്മുടെ ചെറുളീസ് നന്നാക്കി എടുത്തു കേട്ടോ, നമ്മുടെ പയറിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പൊടി കണ്ടോ സെറ്റായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉണ്ടോ, കറക്റ്റായത്. ഇത്രയേ ഉള്ളൂ പരിപാടി. നമുക്കിതിലേക്ക് തേങ്ങ ആഡ് ചെയ്യാം. അതുപോലെ ഞാനൊരു ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ ഇന്നിപ്പോൾ ലേറ്റായി, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മിക്സിയിലിട്ട് അടിക്കുകയാണ് ചെയ്തത് തേങ്ങ. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞാൻ തേങ്ങ ചിരകാനുള്ള സാഹചര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മിക്സിയിലിട്ട് അടിക്കും കേട്ടോ. അങ്ങനെ കുറച്ച് ഈസി പരിപാടികളൊക്കെ ചെയ്യും. പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ക്യാരറ്റ് കൂടി ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ഞാൻ ഇച്ചിരി യൂഷ്വലി ഇപ്പോൾ 1:1 ആണ്. 1 ഗ്ലാസ് പുട്ടുപൊടിക്ക് 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കാറ്. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ ക്യാരറ്റ് കൂടി ആഡ് ചെയ്യുമ്പോൾ ക്യാരറ്റിൽ കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം കുറച്ച് ആഡ് ചെയ്തുള്ളൂ. ഇപ്പോൾ നമുക്ക് ക്യാരറ്റിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റ് ഞാൻ മിക്സിയിലിട്ട് പെട്ടെന്ന് അടിക്കാൻ പോവാണ്ട്. ബിക്കോസ് നമുക്കധികം സമയമില്ലാത്തതുകൊണ്ട് എനിക്കിപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പോൾ ഷടപടയുന്ന കാര്യങ്ങൾ എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് പോയി വേറെ പരിപാടികളുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് മിക്സിയിലിട്ട് പെട്ടെന്നൊരു കറക്കിയിട്ട് വരാം കേട്ടോ. ഞാൻ കണ്ടോ, ഒന്ന് കറക്കിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. സിമ്പിളാണ് സംഭവം. നമ്മളിതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ക്യാരറ്റ് വെറുതെ ഇട്ടത് കേടാവും. അതാണ് ബിക്കോസ് ഇനി ഒരു ക്യാരറ്റ് കൂടി ഉള്ളൂ. ഇത് വെച്ചൊരു ഉപ്പേരി വെക്കാനുള്ള അത്രയും ക്യാരറ്റ് ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഇനിയിപ്പോൾ ഇരുന്ന് കഴിഞ്ഞാൽ വെറുതെ വേസ്റ്റ് ആവുള്ളൂ. അപ്പോൾ
നമ്മുടെ ക്യാരറ്റ് നമ്മളിട്ടു, കളർഫുൾ ക്യാരറ്റ് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ സംഭവം ആയിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റും തേങ്ങയും പുട്ടുപൊടിയും മിക്സ് ചെയ്തിട്ട് നമ്മളിനി പുട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കുക്കർ അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റൗ അടുപ്പത്ത് വെച്ചതിന് ശേഷം പുട്ടിൻ്റെ സംഭവങ്ങൾ വേവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ചെറുപയറിന് വേണ്ടിയിട്ടുള്ള ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. അതിന് പ്രത്യേകിച്ചൊന്നുമില്ല, ചെറുള്ളിയും വെളുത്തുള്ളിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് നമ്മുടെ പുട്ട് കണയിലേക്ക് നമുക്ക് കുറച്ച് പുട്ടിട്ട് കൊടുക്കട്ടെ. ഞാൻ പിന്നെ ഓൾറെഡി തേങ്ങയിട്ടൊക്കെ ചെയ്യുന്നുണ്ട്, പിന്നെ തേങ്ങയൊന്നും ഇട്ട് ഇത് ചെയ്യാറില്ല കേട്ടോ. വേറെ ബേസോ അപ്പർ ലെയറൊന്നും കൊടുക്കാറില്ല. ഇതാണ് നമ്മുടെ മെയിൻ. തേങ്ങയും ഓൾറെഡി ഇട്ടിട്ടാണല്ലോ നമ്മൾ ചെയ്യുക. ജസ്റ്റ് ഇട്ട് കൊടുക്കുന്നു, ക്ലോസ് ചെയ്യുന്നു, കുക്കറിൽ വയ്ക്കുന്നു. ഉണ്ടോ, കുക്കറിൽ വയ്ക്കുന്നു, തീ കൂട്ടിയിടുന്നു. ഇനി അതവിടെ നടക്കട്ടെ. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ പയറില്ലേ, നമുക്ക് വേവിച്ചിടണം ഈ സമയത്ത്. പയർ ഞാൻ ആക്ച്വലി കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ചെറുപയറാണ്. അപ്പോൾ ഇതിപ്പോൾ ഓൾറെഡി കുക്കറിലായതുകൊണ്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ സംഭവങ്ങളൊക്കെ കാച്ചിട്ട് കുക്കറിലേക്ക് ഒഴിക്കും കേട്ടോ. അപ്പോൾ അത് മതിയല്ലോ. പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. കടുക് പൊട്ടിക്കുക, ഈ ചതച്ച് വെച്ചതൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ഇടുക. ദാറ്റ്സ് ഇറ്റ്. ഇൻ ബിറ്റ്വീൻ നമ്മുടെ പുട്ടുകൂടെ ആവി വന്നിട്ടുണ്ടെന്ന് തോന്നണം കേട്ടോ. ജമ്പാക്കാത്ത. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് പുട്ട് റെഡി ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തതും കൂടി മിക്സ് ചെയ്ത് വെക്കാം. അടുത്തത് വെക്കാൻ പോകട്ടോ നമ്മൾ. ഇതൊന്നും ചെയ്യാനൊന്നുമില്ല കേട്ടോ. ആക്ച്വലി ഓൾറെഡി വെന്ത പയറാണ്. അതിലേക്ക് നമ്മളിത് മിക്സ് ചെയ്ത് വെച്ചു. ഉപ്പുണ്ടോ എന്ന് നോക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ ആവശ്യത്തിനുണ്ട്. സോ ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് വെക്കാൻ ക്ലോസ് ഇട്ട്. അപ്പോൾ നമ്മുടെ ഈ പുട്ടൊക്കെ ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് തീ കുറച്ചിടുക. ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്ത പുട്ടിടും. അപ്പോൾ നമ്മളിത് 2 പുട്ട് ഇപ്പോൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പപ്പയ്ക്ക് കൊടുക്കാം. ബിക്കോസ് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ലേറ്റായി. ഇപ്പോൾ വിശപ്പിൻ്റെ വിളി വന്നു തുടങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും. അപ്പോൾ ഈ പുട്ട് നമുക്ക് ഇപ്പോൾ തന്നെ കൊടുത്തേക്കാം. ബാക്കി ഫുഡ് വേവുമ്പോഴത്തേനും നമുക്ക് പാർട്ട് ബൈ പാർട്ടായിട്ട് ഓരോരുത്തർക്ക് കൊടുത്ത് കഴിക്കാം. ഓക്കെ. അപ്പോൾ നമ്മളിത് പപ്പയ്ക്ക് പുട്ടും പയറും കൊടുക്കാൻ പോവാണ് കേട്ടോ. നമ്മുടെ പ്ലേറ്റ്, ഹൗസ് ആർ പ്ലേറ്റ്, സോ ക്യൂട്ടല്ലേ. ഇതാണ് നമ്മുടെ ക്യാരറ്റ് പുട്ടും ചെറുപയർ കറി. അപ്പോൾ നമ്മുടെ നാനോയ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. നാനോയ്ക്ക് നമുക്ക് കുറച്ച് ക്യാരറ്റ് പുട്ട് കൊടുക്കാം. നാനോയ് ഒരു ഹാഫ് പുട്ടൊക്കെ കഴിക്കുള്ളൂ. ഇനി ഹാഫ് പുട്ട് കഴിച്ച് കഴിയുമ്പോൾ നമ്മളൊരു ഫുൾ പുട്ട് കൊടുക്കും. അപ്പോൾ നാനോയ് കഴിക്കാൻ പോകുന്നത് ക്യാരറ്റ് പുട്ടും പിന്നെ കുറച്ച് പയർ കറി ഇട്ട് കൊടുക്കും നമ്മൾ. അപ്പോൾ ഇച്ചിരി ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി പയർ കറി. ഓക്കെ. വാ, അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ നാനോയുടെ പാത്രം. നാനോയെ കൊണ്ടുപോയി കഴിച്ചു. അവന് പയർ വേണ്ടാന്ന് പറയണം. എന്നാൽ പിന്നെ പയർ വേണ്ട. ഓക്കെ ഓക്കെ. അപ്പോൾ നാനോയ് നമ്മുടെ ക്യാരറ്റ് പുട്ട് കഴിക്കാൻ പോവാണ് ഗൈസ്. ഓക്കെ, ബൈ ബൈ. അപ്പോൾ നമ്മളെ പുട്ടിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടോ. സീ മൈ ക്യാരറ്റ് പുട്ട് കണ്ടോ. ഇച്ചിരി പയർ കൂടി. ആഹാ, ക്യാരറ്റ് കഴിക്കാത്തവർക്കൊക്കെ ഇങ്ങനെ പുട്ടിൽ മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് അവരെ കൊണ്ട് കഴിപ്പിക്കാം കേട്ടോ. ഹെൽത്തിയാണ്. പുട്ടിനെ കുറച്ചുകൂടി ഹെൽത്തിയർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്യാരറ്റോ എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടോ എൻ്റെ പുട്ട് കണ്ടോ? ഇതാണ് കേട്ടോ ആക്ച്വലി എൻ്റെ പ്ലേറ്റ്. നമ്മളിനി അപ്പോൾ കഴിക്കാൻ പോവാണ്. പുട്ടും പയറും, ചെറുപയർ കറി. വാവ്, സീ മൈ പുട്ട്. ആൻഡ് നമ്മൾ പുട്ടിൻ്റെ കഥയൊക്കെ പറഞ്ഞു, നമുക്കൊന്ന് കഴിച്ച് നോക്കാം അല്ലേ, എങ്ങനെ ഉണ്ടെന്ന് അറിയണമല്ലോ. ഓക്കെ ഉണ്ടോ? ഓക്കെയാണ്, പ്രത്യേകതയൊന്നുമില്ലല്ലോ, സാധാരണ നോർമൽ പുട്ട് തന്നെയാണല്ലോ, ഇച്ചിരി ക്യാരറ്റ് ഇട്ടൊന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. നിങ്ങളുടെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു? ഡു കോമെൻറ്റ് ഇൻ ദ കോമെൻറ്റ് സെക്ഷൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.